നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. സമീപകാല യുദ്ധങ്ങളിൽ പ്രത്യേകിച്ച് ഇറാന്റെ ഭൂഗർഭ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾ ഭൂമിക്കടിയിലെ പ്രതിരോധ കേന്ദ്രങ്ങളുടെ പ്രായോഗികതയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഭൂമിക്കടിയിലെ മിസൈൽ താവളങ്ങളും സുരക്ഷിത വിമാന ഷെൽട്ടറുകളും കമാൻഡ് സെന്ററുകളും വ്യോമാക്രമണങ്ങളിൽ നിന്ന് മികച്ച സംരക്ഷണം നൽകുന്നുണ്ടെങ്കിലും ആയുധ നിർമ്മാണശാലകൾ മുഴുവനായും ഭൂമിക്കടിയിലേക്ക് മാറ്റുന്നത് പ്രായോഗിക പരിഹാരമാണോ എന്ന ചർച്ചയാണ് ഇപ്പോൾ പ്രതിരോധ രംഗത്ത് സജീവമാകുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയെയും വളർന്നു വരുന്ന സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ച് വലിയ ഭൂഗർഭ ഫാക്ടറികൾ നിർമ്മിക്കുന്നത് അപ്രായോഗികവും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതാണെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പകരം വെവ്വേറെ സ്ഥലങ്ങളിൽ പടർന്നു കിടക്കുന്ന വികേന്ദ്രീകൃത ഫാക്ടറി ശൃംഖലകൾ രൂപീകരിക്കുകയാണ് ഇന്ത്യ ചെയ്യേണ്ടതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. തുരങ്കങ്ങളും ശക്തിയേറിയ ബങ്കറുകളും വ്യോമാക്രമണങ്ങളിൽ നിന്ന് മികച്ച സംരക്ഷണം നൽകുമെന്നത് ശരിയാണ്. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളുടെ പ്രധാന ബലഹീനത ഇവയുടെ അനുബന്ധ സംവിധാനങ്ങളാണെന്ന് ആധുനിക യുദ്ധങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബങ്കറുകളേക്കാൾ നിർണായകമായത് അവ പ്രവർത്തിപ്പിക്കുന്ന സഹായ സംവിധാനങ്ങളാണ്. പ്രവേശന കവാടങ്ങൾ, എയർ വെൻഡറുകൾ, വൈദ്യുതി വിതരണം, ഇന്ധന പൈപ്പ് ലൈനുകൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം കൃത്യതയാർന്ന ബോംബാക്രമണങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ തകർക്കാൻ കഴിയും. ഭൂഗർഭ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിൽ പോലും ഈ സംവിധാനങ്ങൾ തകരാറിലായാൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെ ആ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കാം. എന്ന് കരുതി ഭൂഗർഭ ബങ്കറുകൾ ഉപയോഗശൂന്യമാണെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് സുരക്ഷിതമായിരിക്കുക എന്നത് ഭൂമിക്കടിയിൽ ആഴത്തിൽ കഴിയുക എന്നതിനെ മാത്രം ആശ്രയിച്ചല്ല, മുഴുവൻ സഹായ സംവിധാനങ്ങളെയും കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. ആയുധ നിർമ്മാണശാലകൾ, വില കൂടിയ യന്ത്രങ്ങൾ, വിദഗ്ധ തൊഴിലാളികൾ എന്നിവർ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ, സൈബർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ നേരിട്ടുള്ള യുദ്ധങ്ങൾ എന്നിവയിൽ വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്ന ഘടകമാണ്. ഇവയിൽ ഏതെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അത് മുഴുവൻ ഉൽപ്പാദനവും നിലച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ കോറിഡോർ മാതൃക കൂടുതൽ പ്രസക്തമാകുന്നത്. ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും വികസിച്ചു വരുന്ന പ്രതിരോധ വ്യവസായ കേന്ദ്രങ്ങൾ വിവിധ കമ്പനികളെയും വിതരണക്കാരെയും ഒരേ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് മുന്നോട്ട് വെക്കുന്നത്. ഒരു ഫാക്ടറിയിൽ വിമാനത്തിന്റെ ബോഡി ഫ്രെയിം, മറ്റൊന്നിൽ ഇലക്ട്രോണിക് ഘടകങ്ങൾ, മറ്റൊരു കേന്ദ്രത്തിൽ എഞ്ചിനുകൾ, മറ്റെവിടെയെങ്കിലും മിഷൻ സിസ്റ്റങ്ങൾ എന്നിവ നിർമ്മിച്ച് അവസാന ഘട്ടത്തിൽ മറ്റൊരു കേന്ദ്രത്തിൽ സംയോജിപ്പിക്കുന്ന മാതൃക ഇതിനകം തന്നെ ആഗോള വിമാന നിർമ്മാണ മേഖലയിലെ വിജയകരമായ രീതിയാണ്. ഈ മാതൃക ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിലും വ്യാപകമാക്കിയാൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാലും മറ്റ് കേന്ദ്രങ്ങളിലൂടെ ഉൽപ്പാദനം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും. യുദ്ധസമയത്ത് വിതരണ ശൃംഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലും ഇത് ഏറെ നിർണായകമാകും. ഇന്ത്യ അത്തരത്തിലുള്ള നയം തന്നെയാണ് സ്വീകരിച്ചു വരുന്നത്. ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലുമുള്ള കോറിഡോറുകൾ ഇത്തരം വികേന്ദ്രീകൃത നിർമ്മാണ രീതിക്ക് ഉദാഹരണമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മുഴുവൻ ഫാക്ടറികളും ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്നതിനേക്കാൾ ഏറ്റവും അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് മാത്രം കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. സ്ഫോടക വസ്തുക്കൾ, മിസൈൽ ഇന്ധനം, അപകടകരമായ രാസവസ്തുക്കൾ, അതീവ സൂക്ഷ്മ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങൾ സ്ഫോടന പ്രതിരോധ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലോ ഭൂമിക്കടിയിലെ സുരക്ഷാ നിർമ്മിതികളിലോ സ്ഥാപിക്കുന്നത് ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം മികച്ച സുരക്ഷയും ഉറപ്പാക്കും. ലോകത്തെ പല പ്രതിരോധ വ്യവസായങ്ങളും ഇതിനകം ഈ മാതൃക പിന്തുടരുന്നുണ്ട്. ആധുനിക ഡിജിറ്റൽ ഉൽപ്പാദന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുതിയ ഫാക്ടറിയിലേക്ക് നിർമ്മാണം വേഗത്തിൽ മാറ്റാൻ ഇന്ന് കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. സുരക്ഷിത ഡിജിറ്റൽ നെറ്റ്വർക്കുകളിലൂടെ ഡിസൈനുകളും സാങ്കേതിക വിവരങ്ങളും വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം കൈമാറാനും കഴിയും. അതേസമയം നിർണായക ഘടകങ്ങൾക്ക് ഒന്നിലധികം വിതരണക്കാരെ ഒരുക്കുക, വിവിധ ഗതാഗത പാതകൾ നിലനിർത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക, സൈബർ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് യുദ്ധസമയത്ത് ഉൽപ്പാദനം തടസ്സമില്ലാതെ തുടരാൻ കൂടുതൽ സഹായിക്കുന്നതെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയുടെ സ്വകാര്യ പ്രതിരോധ വ്യവസായം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിമാന ഘടകങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, സൈനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ കൂടുതൽ സ്വകാര്യ കമ്പനികളെ പങ്കാളികളാക്കുന്നത് ഉൽപ്പാദനം വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിപ്പിക്കാനും സഹായിക്കും. സമീപകാല യുദ്ധങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം എല്ലാ പ്രതിരോധ ഫാക്ടറികളും ഭൂമിക്കടിയിലാക്കണമെന്നതല്ല, മറിച്ച് ഉൽപ്പാദനം വികേന്ദ്രീകരിക്കുക, പകരം വിതരണ ശൃംഖല ഒരുക്കുക, നിർണായക സൗകര്യങ്ങൾക്ക് മാത്രം ശക്തമായ സംരക്ഷണം ഒരുക്കുക, ആവശ്യാനുസരണം ഉൽപ്പാദനം വേഗത്തിൽ മാറ്റാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവയിലൂടെയാണ് യഥാർത്ഥ സുരക്ഷയും പ്രതിരോധശേഷിയും കൈവരിക്കാനാകുക. ഇന്ത്യയുടെ സ്വകാര്യ പ്രതിരോധ മേഖല ഭാവിയിൽ പിന്തുടരേണ്ട മാതൃകയും ഇതുതന്നെ ആയിരിക്കണമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.